In my head, me and Mohanlal working together is not a probability in this lifetime. Or me and Robert De Niro working is not a probability in this life. അപ്പം അങ്ങനെയൊക്കെ ഈവൻ വിത്ത് മമ്മൂക്ക ഇതൊക്കെ ലൈക്ക് ഇന്നാക്സസിബിൾ പീപ്പിൾ ഇൻ ഇന്നാക്സസിബിൾ സ്പേസസ് ആണ്. മോഹൻലാലുമായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് കോമഡി ആണെന്ന് റെഡിറ്റ് AMAയിൽ പറഞ്ഞിരുന്നു. സോ അതിനപ്പുറത്തോട്ട് ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഡിറ്റക്റ്റീവ് കോമഡി മാത്രം പറഞ്ഞാൽ പോരെ. എന്താണ് ബാക്ക്ഡ്രോപ്പ് എന്തെങ്കിലും? അത് അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഇറ്റ്സ് എ ഡിറ്റക്റ്റീവ് കോമഡി. ഹി ആൻഡ് ദർ ഇസ് ഓൾസോ എ സൈഡ് കിക്ക് ആൻഡ് കുറച്ച് റിയലിസത്തിൽ ബേസ് ചെയ്താണ് ഇതിരിക്കുന്നത്. ഭയങ്കര എക്സ്ട്രാ ഇപ്പം ഒരു എക്സ്ട്രാ ടൊണാലിറ്റി ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്തത് എങ്ങനെയാണ്? നിരഞ്ജ് എൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ നിരഞ്ജ് മണിയമ്പിള്ള രാജു എൻ്റെ സീരീസിലെ 4.5 ഗാങ്ങിലെ ഒരു മെമ്പറായിട്ട് വന്നു. വിഷ്ണു പ്രഭാകർ എന്നാണ് എൻ്റെ DOP ആണ് നിരഞ്ജിനെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഐ വർക്ക് വിത്ത് നിരഞ്ജ് ആൻഡ് മേ ബി നിരഞ്ജ് സോസ് വർക്ക് വെരി ഹാർഡ് കേട്ടോ. നമ്മൾ ഭയങ്കര പണിയെടുക്കും. നമ്മൾ ബാക്ക് ബ്രേക്ക് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് സോ ഇൻ സിസ്റ്റംസ് ലൈക്ക് ദിസ് ദാറ്റ് ഓൾവേസ് ഹാപ്പൻസ് വെൻ യു ഹാവ് 180 people working together. All the people who work hard become a single group and we start bitching about the people who are not working hard. Definitely. കാരണം ഇതൊരു വർക്ക് എത്തിക്സിൽ ഉള്ളതാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഓട്ടോമാറ്റിക്കലി ഒരു ട്രൈബാകും. കാരണം നമുക്ക് അപ്പം അങ്ങനെ ആയ ട്രൈബിൽ നിരഞ്ജുണ്ട്. നിരഞ്ജ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര ഹാർഡ് വർക്കിംഗ് ആണ്. ആൻഡ് ഈ വൈബേ ഇല്ല, ഈ നിപ്പോ വൈബേ ഇല്ല. അപ്പോൾ സോ ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നിരഞ്ജിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴോ എന്തോ കാര്യത്തിന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ വി വർ സ്പീക്കിംഗ് അബൌട്ട് സംതിങ് ആൻഡ് ഐ ടോൾഡ് ഹിം ദറ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പിച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡെക്ക് അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു. അതേ സാധനം ഞാൻ ഹിന്ദിയിലും പിച്ച് ചെയ്തിട്ടുണ്ട്. ഇർഫാൻ ഖാൻ്റെ അടുത്തൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട് പണ്ട്. ഞാനത് ആ പേര് പോലും മാറ്റാതെ തന്നെ അയച്ചു കൊടുത്തത്. അപ്പോൾ അത് പുള്ളി നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് വിട്ടു സീരീസിൻ്റെ ഷൂട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും രാഹുൽ രാജഗോപാലുണ്ട്. രാഹുൽ ഒരു മാൻ ഇതൊരു ലൈക്ക് ദിസ് ഇസ് എ ബിഗ് എനിക്കെന്ന് പറഞ്ഞാൽ ഇവരും നമ്മളോട് വർക്ക് ചെയ്തില്ല നമ്മുടെ മൈൻഡിലെ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയപ്പോഴത്തേക്കും അത് കൊള്ളാം, അത് വർക്കായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്രീൻ പ്ലേ പ്രസൻറ്റ് ചെയ്തു. എന്നിട്ട് ഫീഡ്ബാക്ക് കിട്ടി. എന്നിട്ട് ഞാൻ ആ ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്ത് സ്ക്രീൻ പ്ലേ ഹാസ് ബിക്കം റിയലി ഗുഡ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഹസ് ബിക്കം സ്ട്രോങ്ങർ ബിക്കോസ് ഐ ഹാവ് ഓൾസോ ഇവോൾവ് ഇൻ ദ ലാസ്റ്റ് 10 years. 10 വർഷം മുമ്പ് എഴുതിയ സ്ക്രീൻ പ്ലേ ഇപ്പം ഞാൻ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മെറ്റീരിയൽ ഓൾറെഡി ഉണ്ട്. 140 pages ഓഫ് മെറ്റീരിയൽ എൻ്റെ ഉണ്ട്. എനിക്ക് അതിൽ റീവർക്ക് ചെയ്യാൻ പറ്റും വിത്ത് ദി എക്സ്പീരിയൻസ്, വിത്ത് ദ ഫെയിലിയേഴ്സ് ദാറ്റ് ഐ ഹാഡ് ആൻഡ് വിത്ത് ദ സിനിമ ദാറ്റ് ഐ ഹാവ് ഗ്രോൺ വാച്ച് ഇൻ ദ റീസെൻറ്റ് ടൈംസ് ഒക്കെ ഇത് ബെറ്ററായി. അങ്ങനെയൊക്കെയാണ് അത് എത്തി നിൽക്കുന്നത്. ആൻഡ് എവറി വൺ ഈസ് കമൻറ്റിങ്. എല്ലാ കമൻറ്റിലും 4.5 ഗാങ് കൊള്ളാം. Everyone wants to know about ലാൽട്ടൺ പ്രോജക്റ്റ് എന്ന്. അപ്പോൾ ഞാൻ ദാറ്റ്സ് സോ സ്കാരി അല്ലേ. അത് എനിക്ക് വിജയരാഘവൻ സാറിനോട് വർക്ക് ചെയ്യണമായിരുന്നു. ഐ വോണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം ബിക്കോസ് നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവൈലബിൾ ആണ്. ഐ വോണ്ട് ടു സീ ഹിസ് പ്രോസസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈവൻ ദോ ദ ക്യാരക്ടർ ഇസ് സ്മോൾ, ഇറ്റ് ഈസ് ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഫിലിം മേക്കറും ഒരു ആർട്ടിസ്റ്റും കൂടെ അത് ഒരു പരിപാടി വർക്ക് ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് ടു ഷെയർ. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് കാസ്റ്റ് ചെയ്ത്. അത് പുള്ളിക്ക് ചേരുമെന്നോ ചേരില്ലെന്നോ അങ്ങനെയൊന്നും ഉള്ളതിനെക്കാട്ടും എനിക്ക് പുള്ളിയുടെ വർക്ക് ചെയ്യാൻ കൊതിയായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ സാർ വന്നു കഴിഞ്ഞാൽ സാറിക്കുന്നു. പിന്നെ അതുപോലെ നന്ദു സാറും ഉണ്ടായിരുന്നു ഇതിൽ. ATM ഉണ്ണിത്താനായിട്ട് നന്ദു സാറായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഡേറ്റ്സ് കാരണം വർക്ക് ചെയ്യാത്തതാണ്. അങ്ങനെയാണ് നമ്മൾ അനിൽ സാറിനെ കാസ്റ്റ് ചെയ്തത്, അനിൽ രാജ് സാറിനെ കാസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ വർക്ക് ചെയ്യണം, നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ റൈറ്റിങ്ങിന് ഒരു സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ആ സീനിൽ വേറൊരു സംഭവമുണ്ട്. ദാറ്റ് ഇസ് എ പ്രീച്ചി സീൻ ആൻഡ് ഇറ്റ്സ് എ ബോറിങ് സീൻ. നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ് സീൻ പോലെ അത് അങ്ങനത്തെ ഒരു പരിപാടിയാണ്. വേർ ദിസ് പേഴ്സൺ ഇസ് സെയിങ് ദറ്റ് വൈ യു ഗെറ്റ് മാരീഡ് ടു നിങ്ങളൊരു കറക്റ്റ് നിങ്ങളുടെ വേറൊരു ക്ലാസ്സിലുള്ള ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ബെറ്റർ ആവും. പക്ഷെ അവരുടെ ക്ലാസ് ലോ. അപ്പോൾ നിങ്ങളുടെ തടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അവരെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് റിയൽ ലൈഫ് നോളജാണ് പറയുന്നത് പുള്ളിക്കാരൻ. അപ്പോൾ അത് പറയുമ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആവണം. യു നീഡ് എ റിയലി സ്റ്റേബിൾ വെറ്ററൻ വോയിസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾ വന്ന് പറയുമ്പോഴത്തേക്കും അതെന്തൊരു മണ്ടത്തരമാണെന്നൊക്കെ നമുക്ക് തോന്നും. അത് ആ സീൻ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്കത് റിയൽ ആണെന്ന് തോന്നിട്ട് പതുക്കെ നമ്മളത് റിയൽ അല്ലല്ലോ, ഇയാൾ പറഞ്ഞ ശരിയല്ലല്ലോ
എന്നൊക്കെ തോന്നുന്നു. അപ്പം സാർ വന്നിട്ട് സാറിനും ഇത് നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ ഭയങ്കര ബിലീവ് ചെയ്ത് പറഞ്ഞു അത് പറഞ്ഞു. നെഗറ്റീവ് ആവണ്ട, ലൈക്ക് യു ബിലീവ് ഇൻ യുവർ വാട്ട് എവർ യൂസ് ചെയ്യുക. അപ്പോൾ അത് രസമായിട്ട് വന്നു പുള്ളിക്കാരൻ. അങ്ങനെയാണ് വിജയരാജ സാറിന് കൊതി. ആ കൊതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സൂപ്പർ സ്റ്റാർസിന്റെ അടുത്തൊക്കെ സ്ക്രിപ്റ്റ്സ് ഒക്കെ പിച്ച് ചെയ്യുന്നത്, ലൈക്ക് മോഹൻലാൽ, മമ്മൂട്ടി. എല്ലാം കൊതിയാണ്. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് എന്ന് പോപ്പുലർ കൾച്ചറിൽ പറയുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് രസമല്ലേ. നമ്മളപ്പോൾ ഈ മീഡിയത്തിൻ്റെ ഈ ഇൻഡസ്ട്രി പോസിബിലിറ്റി ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാം ബഡ്ജറ്റ് വെച്ച് ആലോചിക്കുന്നത്. ചില സിനിമകളിൽ അങ്ങനത്തെ ഒരു സ്റ്റാർ വന്നാലേ ആ സിനിമ പോസിബിൾ ആകത്തുള്ളൂ, അതിന് ബിസിനസ് വരത്തുള്ളൂ. അപ്പം ചില സിനിമകളിൽ അങ്ങനെ വരണ്ട, അതല്ലാതെ ചെയ്യാൻ പറ്റും. ബട്ട് അവിടെ ചെല്ലുമ്പോൾ സ്കോപ്പ് ഫോർ എക്സ്പെരിമെന്റിങ് എത്രത്തോളം അത് നമുക്ക് ചെയ്യുമ്പോഴേ അറിയൂ. ഞാൻ പിന്നെ പിച്ച് ചെയ്യുമ്പോൾ അറിയില്ലേ, പിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറവാണ് സ്കോപ്പ് ഫോർ എക്സ്പെരിമെൻറ്റിങ്. പക്ഷേ ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ അവർക്കും മനസ്സിലായി. ഐ തിങ്ക് വെൻ ദേ ഡിസൈഡ് ടു കൊളാബറേറ്റ് വിത്ത് എ മേക്കർ ഓർ വെൻ ദേ ഡിസൈഡ് ടു ബൈ ദിസ് പ്രോഡക്റ്റ്, ദേ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസ് ആൻഡ് കോൺസ് വിച്ച് കംസ് വിത്ത് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ദ റിസ്ക് ഈസ് ഈക്വലി ദെയർസ്. അപ്പോൾ ഞാൻ ആ റിസ്ക് വയ്ക്കും. പിന്നെ ഞാൻ മാക്സിമം ഈ ഭയങ്കര എക്സ്പെൻസ്. ഇപ്പോൾ സീരീസ് എനിക്ക് കമേഴ്ഷ്യൽ തന്നെയാണ്. ഈവൻ ദോ ഫ്യൂ പീപ്പിൾ ഐ സീൻ ഇൻ റിവ്യൂസ് സേ ദറ്റ് എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞ സീരീസ് കമേഴ്ഷ്യൽ തന്നെയാണ്. ബിക്കോസ് ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് എവറിത്തിങ്. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ അബ്സ്ട്രാക്ഷൻ സീരീസ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു എലിമെൻറ്റ് കാണും, പക്ഷേ കമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേറ്റീവ് പരിപാടി തന്നെ ആരുടെ ചെയ്യും. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ മണി ഈസ് ഇൻവോൾവ്. സീരീസ് മണി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും മണി ഇൻവോൾവ് അല്ല. ഇത് ഒരു പ്ലാറ്റ്ഫോം അല്ല ചെയ്യുന്നത്, ഞാനാണ് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ചെയ്യുന്നത്. സീരീസ് സംഘർഷം ഉണ്ടാവില്ല ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷേ നീഷ് ഇതിലോട്ട് പോകും. അപ്പം ഈ വലിയ സ്റ്റാർ പരിപാടികളൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നീഷല്ലാതെ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നാൽ സ്ഥിരം ടെംപ്ലേറ്റും ആവില്ല. ഈ ടെംപ്ലേറ്റ് വ്യത്യാസം എന്തേലും വന്നേ പറ്റൂ. അത് കാരണം അല്ലെങ്കിൽ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആകത്തില്ല. ഇവോൾവ് ആയി എന്ന് പറഞ്ഞില്ല, ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ ഫിലിം മേക്കർ ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞൊരു 10 വർഷത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ? എനിക്ക് കിഡൊക്കെ ഉണ്ടായി ഒരു 4 ഇയേഴ്സിൽ. അപ്പോൾ അതൊക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ് ഒക്കെ ഞാൻ ഐ എം നോട്ട് എനിക്ക് ആൾക്കാരെ ഫൊർഗീവ് ചെയ്യാനൊക്കെ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും, പക്ഷെ ഫൊർഗീവ് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ പുതിയതായിട്ട് വന്നു. പിന്നെ എംപത്തി മീറ്റർ അങ്ങ് ഭയങ്കര ഹൈ ആയി. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ അടുത്ത് അവരൊന്നും നമ്മൾ മനഃപൂർവ്വം പറ്റിക്കുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കുക. എവരിബഡി ഹാസ് ദെയർ ഓൺ നറേറ്റീവ്. പണ്ട് എൻ്റെ ഒരു സൗണ്ട് ഡിസൈനറിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ചതിച്ചു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും ചതിക്കൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റി. പക്ഷേ ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സിസ്റ്റം വർക്ക്സ് ഓൺ ഡെഡ് ലൈൻസ്, ദിസ് സിസ്റ്റം വർക്ക്സ് ഓൺ ക്വാളിറ്റി, ഓൺ ഡെലിവറി, ഓൺ ടൈം, ഓൺ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ. അപ്പോൾ ഈ സാധനങ്ങൾ മാച്ച് ചെയ്യാത്തവരോട് വർക്ക് ചെയ്യത്തില്ല, പക്ഷെ ഭയങ്കര സൗഹൃദമായിരിക്കും. അപ്പോൾ അങ്ങനെ വർക്ക് വൈസ് അങ്ങനെ ഇവോൾവ് ചെയ്തു. പിന്നെ മറ്റേത് നമ്മൾ ഐ എം ഗോയിങ് ടു ബി 40. ഇഫ് യു ഹവ് നോട്ട് ഫിഗർഡ് ഔട്ട് ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് ടിൽ യു ആർ 40 ആൻഡ് യു ആർ സ്റ്റബേൺ, ഞാൻ കട്ടൻ ചായ ഇത്ര കടുപ്പത്തിലേക്ക് കുടിക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അത് അങ്ങനെ വേണമെന്ന് പറയുകയോ എവിടെ ചെന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്, ദെൻ ഇറ്റ്സ് എ പ്രോബ്ലം. അത് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ജീവിക്കാൻ നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങൾ അടിപൊളിയായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ ആ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുത്, ശല്യമാവരുത്, ദ്രോഹമാവരുത്. എന്നാൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവോയ്ഡും ചെയ്യണം. പ്രശാന്ത്, ഈ സിനിമയുടെ ലോകത്തേക്ക് വരുമ്പോൾ സിനിമയോടുള്ളൊരു പാഷൻ മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പാഷനോടുകൂടി സിനിമയിലേക്ക് ഇങ്ങനെ വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റിനുമുണ്ട്. അവരോട് എന്താ പറയുക? അവരോട് ഇഫ് യു ആർ ഓൺലി ഡൂയിങ് സിനിമ ദെൻ യു ആർ വെരി സ്റ്റുപ്പിഡ്. കാരണം ഫൈൻഡ് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് മാനേജ് എവറിത്തിങ് ടുഗെദർ. അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഐഡിയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഈസ് ലൈക്ക് എ ബിഗ് ലോബി. ലൈക്ക് ഇഫ് യു വാണ്ട് ടു ബി മൈ AD, it's not possible, and I think that my process is very democratic, but you can't be my AD. Somebody cannot be my AD, assistant director. അപ്പോൾ അതിൽ കയറാൻ തന്നെ ലോബി നെറ്റ്വർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊരു ഭയങ്കര ലോബിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൈസയൊന്നുമില്ല ഇനീഷ്യലി. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓൺലി ഇഫ് യു ബ്രിങ് മണി ടു ദ ടേബിൾ വിൽ യു ബി പെയ്ഡ് മണി.
അതർവൈസ് ദർ ഇസ് നോ പോയിന്റ് ഇൻ പേയിങ് എ പേഴ്സൺ മണി എന്നുള്ളതാണ് പൊതുവേ ഉള്ളത്. കല, സാധകം, ഇതിനൊന്നും പൈസയില്ല. അപ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്തിട്ട് മേക്ക് യുവർ സെൽഫ് അവൈലബിൾ in processes as actors or as filmmakers. And with filmmakers, basically shoot your own stuff. Make something like conversation like ഇപ്പോൾ ഞാൻ ഗ്രോ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പോൾ ഘോഡ ബായ്സ് എന്ന് പറഞ്ഞു 2 people ടോക്കിംഗ് ആണ്, പതുക്കെ 3 people ടോക്കിംഗ് ആയി. ഘോഡ ബായ്സിൽ 4 people ടോക്കിംഗ് ആയി. വൃത്താകൃതി 5 people ടോക്കിംഗ്, 7 people ടോക്കിംഗ്. 7 people ടോക്കിംഗ് ഡയറക്റ്റ് ചെയ്യാൻ പാടാണ് കേട്ടോ. ഡയറക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് തുടങ്ങുന്നത്. ആൻഡ് ദെൻ വിത്ത് ആവാസും 32 people ടോക്കിംഗ്. with series like 150 people talking and interacting and through 200 people. അപ്പോൾ പതുക്കെ ഇത് പ്രാക്ടീസ് ബൈ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കേട്ടോ. ഇറ്റ്സ് പ്രാക്ടീസിങ് ആർട്ട്. അല്ലാതെ ഒട്ടും നമ്മൾ ഭയങ്കര സ്മാർട്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഫിലിം മേക്കിംഗ് ഭയങ്കര പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിറ്ററേച്ചർ ടെക്സ്റ്റിന് ഇമേജ് ആക്കാൻ പറ്റുമത്. മിഡ്, വൈഡ്, ക്ലോസ്, ഒരു ഇൻസേർട്ട്, പോയിന്റ് ഓഫ് വ്യൂ തീർന്നു. ആൻഡ് എവ്രി വൺ ക്യാൻ ഡു ദിസ്. നൗ വാട്ട്? And that's what news does, or that's what interviews does. Now what? Now how can you make it interesting? അപ്പോൾ അത് നമ്മൾ ചെയ്ത് തുടങ്ങി പതുക്കെ ആൾക്കാരുടെ ഡയലോഗും ഹൃദയമൊക്കെ മനസ്സിലാവുമ്പോഴത്തേക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ദറ്റ് വി ആർ നോട്ട് എക്യുപ്ഡ്. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഫൈൻഡിങ് നുവാൻസസ്. ആൻഡ് ദെൻ കിസ്ലോസ്കി മറ്റേ ക്യൂബ് ഇട്ടതൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും എന്തിനാണ് അയാൾ ആ ക്യൂബ് ഇട്ടിട്ട്. അപ്പം പതുക്കെ അപ്പോൾ പ്രാക്ടീസിങ് ആണ് ഫിലിം മേക്കേഴ്സിന്. പിന്നെ ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം കൂടെ വെച്ച് ചെയ്യണം. ബേസ്ഡ് ഓൺ യുവർ പ്രിവിലേജ് ആണ് കേട്ടോ. ഇഫ് യു വെരി പ്രിവിലേജ് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. പ്രിവിലേജ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടുപിടിക്കാം. ഐ ഹാവ് എ സോംബി ഫിലിം, യെസ്. ഞാനത് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ സോംബി ഫിലിം. പക്ഷേ സോംബി കോൺസെപ്റ്റിൻ്റെ ഒരു ചുറ്റോട്ടമൊക്കെ ഉണ്ട്. വാമ്പയർ പരിപാടി ഒന്നും എൻ്റെ ഇല്ല. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് ഇർഫാൻ ഖാൻ പിച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. സോ ഇങ്ങനെ അതർ ലാംഗ്വേജസിൽ വർക്ക് ചെയ്യാൻ പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് 40 ഹിന്ദി പടം ചെയ്യണമെന്നായിരുന്നു എൻ്റെ പഴയ ആഗ്രഹം. പക്ഷെ ബോളിവുഡിന്റെ ഗതി കണ്ടിട്ട് അല്ല, അതാ പറയണം, അവിടെ ഇതിനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ കറന്റ് സിറ്റുവേഷൻ അതർ ലാംഗ്വേജസ്. I don't know. Like when you are in such an industry where you get to do what you want and there are takers for it mostly, then would you really want to go and rescue yourself in a space where everything is money? അത് മാത്രമാണ്. പിന്നെ ഞാൻ 2-3 ആവാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 സ്ക്രിപ്റ്റുകളൊക്കെ വന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡിയോസ് ഡോണ്ട് ലെറ്റ് യു ചേഞ്ച് ഡയലോഗ്സ് ഓർ ചേഞ്ച് വിഷ്വലൈസേഷൻ. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് ഇത് രണ്ടുമാണ്. ഹൗ യു കമ്മ്യൂണിക്കേറ്റ് എൻ ഐഡിയ ആൻഡ് വാട്ട് യുവർ ക്യാരക്ടർ സ്പീക്ക്. അപ്പോൾ ഇത് ഹിന്ദി എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹിന്ദിയിൽ ഞാൻ ഗുഡാണ്. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നൗ യു ആർ ജസ്റ്റ് എ ടൂൾ എന്ന്. അപ്പം ഇപ്പോൾ അങ്ങനത്തെ ടൂളാണെങ്കിൽ ഇപ്പോൾ ഒരു ഗൂഗിൾ വിയോ ഒക്കെ വന്നല്ലോ, അതുപോലെ വരും. എന്ന് വെച്ചാൽ നമ്മൾ ആ ടൂളായിട്ട് മാത്രം നിൽക്കുമ്പോഴത്തേക്കും വാട്ട് വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് ഇസ് മണി. ആൻഡ് മണി വെച്ചിട്ട് നമ്മളൊരു ഫ്ലാറ്റ് മേടിക്കും, പിന്നെ അതിൻ്റെ EMI അടയ്ക്കാനുള്ള സിനിമ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതാണ് തോട്ട്. സോ ഹൗ ക്യാൻ ഐ ബ്രിങ് മൈ സെൽഫ് ഇൻ ടു ദിസ് മെറ്റീരിയൽ. അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വന്നതിലൊന്നും വന്നില്ല. എനിക്ക് 3-4 വന്നായിരുന്നു ഹിന്ദി പടങ്ങൾ.